ഏറ്റുമാനൂർ ശക്തിനഗർ റെസിഡൻസ് അസോസിയേഷനും നഗരസഭയും ചേർന്ന് ഭിക്ഷാടനം നിരോധിച്ച് സ്ഥാപിച്ച മുന്നറിയിപ്പ് ബോർഡ് സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചതായി പരാതി. പൊതുമരാമത്ത് വകുപ്പിന്റെ ദിശാ ബോർഡും പിഴുതുമാറ്റിയ നിലയിൽ കാണാം. നഗരസഭയുടെയും ഏറ്റുമാനൂർ പോലീസിന്റെയും സഹകരണത്തോടെ ഏറ്റുമാനൂർ ശക്തിനഗർ റെസിഡൻസ് അസോസിയേഷന്റെ പ്രവർത്തന പരിധിയിൽ ഭിക്ഷാടനവും അനധികൃത പിരിവുകളും വീട് കയറിയുള്ള അനധികൃത കച്ചവടങ്ങളും നിരോധിച്ചിരുന്നതായി സ്ഥാപിച്ചിരുന്ന മുന്നറിയിപ്പ് ബോർഡാണ് കഴിഞ്ഞ ദിവസം സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചത്. MC റോഡിൽ പടിഞ്ഞാറേ നടയ്ക്ക് സമീപം ശക്തിനഗർ ബസ് സ്റ്റോപ്പിൽ അസോസിയേഷൻ സ്ഥാപിച്ചിരുന്ന ബോർഡും PWD സ്ഥാപിച്ചിരുന്ന ദിശാ ബോർഡും ഇവിടെ നിന്നും എടുത്തുകൊണ്ടുപോയി സമീപത്തെ കുറ്റിക്കാട്ടിൽ ഇട്ടിരിക്കുകയാണ്. ഭിക്ഷാടന മാഫിയക്കെതിരെയുള്ള ദിശാ ബോർഡ് നശിപ്പിച്ച നിലയിൽ കാണപ്പെട്ടതിൻ്റെ ഭാഗമായിട്ട് ശക്തിനഗർ റെസിഡൻറ്റ് അസോസിയേഷൻ ഈ പ്രതിഷേധം അറിയിക്കുന്നതിന് വേണ്ടിയുള്ള ഇതിനാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. ഏറ്റുമാനൂർ നഗരസഭയുടെയും ശക്തിനഗർ റെസിഡൻറ്റ് അസോസിയേഷൻ്റെയും സഹകരണത്തോടുകൂടി സ്ഥാപിച്ച, അതായത് ഭിക്ഷാടനവും അനധികൃത പിരിവുകളും നിരോധിച്ചുകൊണ്ട് ഉള്ള ബോർഡാണ് ഈ പറഞ്ഞ സാമൂഹ്യ വിരുദ്ധർ കഴിഞ്ഞ ശനിയാഴ്ച ദിവസം ഇവിടെ നിന്ന് എടുത്തു മാറ്റിയ നിലയിൽ കാണപ്പെട്ടത്. അതായത് എനിക്ക് തോന്നുന്നത് അത് മുറിച്ചു കളഞ്ഞിരിക്കുകയാണെന്നുള്ളത്. ഇതുകൂടാതെ ദിശാ ബോർഡായിട്ട് ബന്ധപ്പെട്ട് PWDയും അതുപോലെ തന്നെ നഗരസഭയും കൂടെ ചേർന്ന് വെച്ചിരുന്ന ബോർഡും നശിപ്പിച്ച നിലയിലാണ് കാണപ്പെട്ടത്. അതുകൊണ്ട് ഇന്ന് ഉചിതമായ നടപടി എന്തായാലും അത്യാവശ്യമായിട്ട് എടുക്കാനുള്ള ഇതായിട്ട് പോലീസ് സ്റ്റേഷനിലും നഗരസഭയിലും ചെയർപേഴ്സണും സെക്രട്ടറിക്കും ഉൾപ്പെടെ എല്ലാവർക്കും നമ്മൾ ഇതിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട്. ഏറ്റുമാനൂർ ടൗണിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ നിരവധി ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. വിഷയത്തിൽ അടിയന്തര നടപടി ആവശ്യപ്പെട്ട് റെസിഡൻസ് അസോസിയേഷൻ പോലീസിനും മന്ത്രി VN വാസവനും നഗരസഭ പൊതുമരാമത്ത് വകുപ്പ് അധികൃതർക്കും പരാതി നൽകി. i4U ന്യൂസ്, ഏറ്റുമാനൂർ.